വിജയ് ഉറങ്ങിയായിരുന്നോ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ആൾക്കാർ വിശേഷമൊക്കെ ചോദിച്ചു തുടങ്ങി. ആ ചോദിക്കണവരടുത്ത് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേരെ. നിങ്ങളിങ്ങനെ സൂചിച്ച് നടന്നോ? ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാം ഞാൻ കേട്ടാ മതിയല്ലോ. നിങ്ങളിങ്ങനെ ഓഫീസിലും പോയി ക്രിക്കറ്റും കളിച്ച് നടന്നോ? ആ വികാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ 2 പിള്ളേരാവാനുള്ള സമയമായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വികാരം ആദ്യ രാത്രി കഴിഞ്ഞവിടെ എൻ്റെ വികാരത്തിൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ശല്യം. രമി, ഞാനിന്നൊരു വികാരി അച്ഛനാകും. അയ്യോ ദൈവമേ, എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഈ അംഗത്തിൽ തന്നെ 2 ഉണ്ണികളെ തന്നേക്കണേ അമ്മേ. ഒന്നുമില്ലപ്പാ, നടു നടന്നതാ. അയ്യോ വേണ്ടപ്പോ, അപ്പൊ ഒടിഞ്ഞു. അപ്പം വെക്കോ. ഒന്ന് പയ്യെ പോവും മനുഷ്യ. 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ പ്രസവം. എടി വലിയ സ്പീഡൊന്നുമില്ല, ആകെ 50 കയറിയിട്ടുള്ളൂ. അതെ, പറയുന്നത് കേട്ടാ മതി. ശ്രീധരൻ തന്ന കാർ തന്നെയല്ലോ. കുട്ടിയാനയുടെ അത്രയുള്ള നിന്നെ കൊണ്ട് കറങ്ങാൻ നിന്റെ അച്ഛൻ ഉണക്ക ഓൾട്ടോ അല്ലോടി തന്നത്. പിന്നെ നിങ്ങളെപ്പോലെ ഒരു മണിക്കൂറിന് പിന്നെ ഓൾട്ടോ അല്ലാണ്ട് പോർഷേ തരാം. പോർഷേ അല്ല, പോർഷ്. ആ എന്ത് ചെയ്യണമെങ്കിലും ശ്രീധരൻ തന്നെയല്ലോ. ശ്രീധരൻ വാങ്ങിയിട്ട് വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. അല്ല, സ്ത്രീധനം വാങ്ങിക്കുന്നതിന് എന്താണ് ഇത്ര കുഴപ്പം? സ്ത്രീധനം കുറ്റമാണ് കുറ്റം. പിന്നെ ഈ സ്ത്രീധനം വാങ്ങിച്ചിട്ട് കേട്ടാ നിങ്ങൾ ആണുങ്ങൾക്ക് നാണമില്ലേ? അതെ രമി, നിങ്ങൾ ഈ പെമ്പിള്ളേരുടെ വീട്ടുകാർ പയ്യന്റെ ബാങ്ക് ബാലൻസ്, സാലറി, ജോലി, ഭാവി കിട്ടാൻ പോണ പ്രൊമോഷൻ മുതൽ അവന്റെ പെൻഷൻ വരെ എത്രയാണെന്ന് കണക്കൂട്ടിയിട്ട് തന്നെയാണല്ലോ മക്കളെ കെട്ടിച്ചയക്കുന്നത്. അല്ലാതെ പയ്യന്റെ സ്വഭാവം മാത്രം നോക്കിയിട്ടല്ലോ. ഇനി അങ്ങനെ സ്വഭാവം മാത്രം നോക്കിയിട്ട് എന്ന് കെട്ടിച്ചയക്കുന്നു അന്ന് സ്ത്രീധനം വാങ്ങിക്കുന്നത് നിർത്താം. അതുവരെ എണ്ണി തന്നെ മേടിക്കും. അത് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ ഭാവിയെ പറ്റി ഒരു ചിന്തയൊക്കെ കാണില്ലേ, അപ്പൊ അവർ അന്വേഷണമൊക്കെ വരും. ഓ ഭാവി ചിന്ത. ആ ചിന്ത അപ്പം പയ്യന്റെ വീട്ടുകാർക്കും വേണ്ടേ? ഇനി വീട്ടുകാർക്കില്ലെങ്കിൽ പയ്യനെങ്കിലും വേണ്ടേ? ആ ചിന്തയുടെ പേരാണ് സ്ത്രീധൻ. ഓഹോ, നോക്കിക്കോ. നിങ്ങൾ എന്റെ സ്ത്രീധനം മേടിച്ചെന്ന് പറഞ്ഞ സുഗതകുമാരി ടീച്ചർക്ക് കത്തെഴുതു. നോക്കിക്കോ. നീ പോടി, നീ ആർക്കാ എഴുതടി? നീ സുഗതകുമാരിക്കാ കന്യാകുമാരിക്കാ ആർക്കാ എഴുതടി? 6 പാട്ട് എഴുതും. അയ്യോ, ഇപ്പൊ തന്നെ എഴുതണോ? അത് 2 ദിവസം കഴിഞ്ഞിട്ട് ബെറ്റിട്ടൊക്കെ എഴുതിയാ മതിയാ? അമ്മ, ആ സ്ട്രോബെറി ജ്യൂസിങ് എടുത്തേരോ? ഓ സ്ട്രോബെറി, ഇതൊക്കെ മുറക്കി പോകുന്നുണ്ടല്ലോടി. കുറെ നാളുകൊണ്ട് തള്ളിപ്പിടിച്ചോണ്ട് നടക്കുകയല്ലേ. ഈ അടുത്തെങ്ങാനും പ്രസവിക്കുമോ? നീ എന്തായി? വാവയ്ക്ക് പേരൊക്കെ നോക്കിയായിരുന്നോ? ആൺകുഞ്ഞ് വേണോന്നാണോ പെൺകുഞ്ഞ് വേണോന്നാണോ? എനിക്ക് ആൺകുട്ടി മതിയേ. ഓഹോ, എങ്കിൽ നിങ്ങൾ എന്നെ പ്രസവിക്കേണ്ടി വരും. എനിക്ക് പെൺകുട്ടി മതി. കാണാം. കൊച്ചിന്റെ വെറും കൈയോടാണ് ആളിയ. ആപ്പിളും മുന്തിരിയൊന്നും ഇല്ലേ? എന്റെ ആളിയെ ഒന്നും പറയണ്ട, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അതെന്താ വീട്ടിൽ പോയി മോനെടുത്ത് വന്നേ ഉള്ളൂ. രമി, നിങ്ങൾ എപ്പോ എത്തി? ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയേട്ടാ. ഏട്ടനും മോളും വരുന്ന ഞാൻ കണ്ടായിരുന്നു. അവളെവിടെ? പൂജ? മൂത്ത മോന് നാളെ എക്സാം ആണ്. CBSE ആണ്, കുറെ ഉണ്ട് പഠിക്കാൻ. അവളെ കൂടെ ഇരിക്കുക. മോനിപ്പോ എത്രയായി? അവനിപ്പോ 1C-ലാണ്. 1C. മാളുക്കുട്ടി, മോള് കഴിച്ചായിരുന്നോ? മോക്ക് എന്തെങ്കിലും വേണോ? കുഞ്ഞമ്മേ കുഞ്ഞമ്മേ
എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ പ്രസവത്തിനിടെ ചത്തുപോയി. അപ്പൊ കുഞ്ഞമ്മ അതേപോലെ ചത്തുപോകുമല്ലോ. അപ്പൊ കുഞ്ഞമ്മന്റെ റൂമിൽ ഇരിക്കുന്ന ആ ടെഡി ബെയർ എനിക്ക് തരുവോ? മാളു ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് സംസാരിക്കുന്നത്? ഇങ്ങോട്ട് വാ. നീ പോടാ പട്ടി അച്ഛ. എവളെ ഇന്ന് ഞാൻ പിള്ളേരല്ലേ ഏട്ടാ, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്നാലും കൊച്ചു അതെ, ഇതൊക്കെ സ്കൂൾ ഓരോ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞു വല്ല സ്റ്റാൻഡേർഡ് CBSE സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ. അന്ന് ചേർന്നാ വേണ്ടാന്ന് പറഞ്ഞ് സ്റ്റേറ്റ് സിലബസിൽ കൊണ്ട് ചേർത്തത്. ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ പിള്ളേർ കണ്ടിട്ട് ഞാൻ സെൻറ് തോമസിൽ തന്നെ കൊണ്ട് ചേർത്തത്. അവിടെ നല്ല ഹൈ ക്ലാസ് പിള്ളേരുമായിരിക്കും, ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ പിള്ളേരുടെ ഭാവിയാണല്ലോ നമുക്ക്. നല്ലണ മോനെ. Fuck off, daddy. It's the one and only Digo Double G. Snoop Dogg. You know I'm mobbing with the D.R.E. അളിയ മോന്റെ സ്കൂളിന്റെ പേരെന്തായിരുന്നു? സെയിൻറ് തോമസ് CBSE മുട്ടട. എന്നാ സ്റ്റാൻഡേർഡ് ഫ്ലൂവന്റ് ഇംഗ്ലീഷ്. ഹലോ Assholes. ആടാ ബിജു പറടാ. നീ ഇതെവിടെയാടാ? മണി 3:30 കഴിഞ്ഞ് 4 മണിക്ക് മാച്ച് തുടങ്ങും. അളിയ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എടാ ബൈക്കിൽ. ഹലോ കേട്ടോടാ. നിന്റെ ഊത്തേ അത് എന്റെ അടുത്ത് വേണ്ട ഏട്ടാ. ആ കുട്ടനും എത്തിയിട്ടില്ല. വരുമ്പോ അവനെ കൂടെ വിളിച്ചോണ്ട് വാ. എടാ ഞാൻ എത്തുമ്പോൾ വിളിക്കാം. ഇപ്പൊ എത്തും, നിങ്ങൾ തുടങ്ങിക്കോ. പിന്നെ കുട്ടൻ ഇവൻ്റെ അച്ഛൻ പെട്രോൾ അടിച്ചിരും എനിക്ക്. ദൈവമേ, പോയാ എവള് സീനാക്കും, പോയില്ലെങ്കിൽ അവന്മാർ സീനാക്കും. ആ എടീ, രമേശനാണ് വിളിച്ചത്. അവൻ്റെ അളിയൻ ആക്സിഡൻ്റ് ആയി. അർജൻറ്റായിട്ട് കുറച്ച് A- ബ്ലഡ് വേണം. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അളിയ എൻ്റെ നെറ്റീവാ, ഞാനും വരാം. ആ എങ്കിൽ വാ. അതെന്താ മനുഷ്യൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബന്ധുക്കൾക്കൊക്കെ കൃത്യം ഞായറാഴ്ച വൈകുന്നേരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന? ഈ ഞായറാഴ്ച ഒരു അഴുക്ക ദിവസം തന്നെ അല്ലേ? ആ ഒരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ കല്യാണം. നിങ്ങക്ക് ബ്ലഡ് കൊടുക്കാണ്ടെന്നല്ലേ പറഞ്ഞേ? പോ. നമ്മുടെ ടീമിലെല്ലാവരും എത്തിയല്ലോ അല്ലേ? അവന്മാരൊക്കെ എത്തി. ഇനി നമ്മളിവിടെ എത്താവുള്ളൂ. നീ ടീഷർട്ടും ട്രാക്സും ഒക്കെ എടുത്തായിരുന്നു? ആ ടീഷർട്ടൊക്കെ ഉണ്ട്, ട്രാക്സ് അല്ല. ആ അത് മതി. Rajadhani Institute of Engineering and Technology. ഓൺലൈൻ ബെവറേജ് സർവീസ്. കേരളത്തിലെ ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയുടെ രഹസ്യ സന്ദേശമാണിത്. വെൽക്കം ബാക്ക് ടു എൻ്റെ ട്രിവാൻഡ്രം. തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനെ പറ്റിയുള്ള പലതരം അഭിപ്രായങ്ങൾ പലരിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്തതായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രശസ്ത പട്ടി സ്നേഹിയായ രാഗിണി ഹരിദാസാണ്. രാഗിണി ചേച്ചി, വെൽക്കം ടു ജിഗ് FM 92.7. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? See Feroz, I totally disagree with killing stray dogs. ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു ഒരു പട്ടി 30 പേരെ കടിച്ചെന്ന്. How does he know that? ആ പട്ടി അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു 30 പേരെ കടിച്ചെന്ന്. മറ്റൊരാൾ പറഞ്ഞു മുറ്റത്ത് കളിച്ചുകൊണ്ട് ഇന്ന് അയാളുടെ കുട്ടിയെ പട്ടി കടിച്ചു എന്ന്. എത്ര ഇറസ്പോൺസിബിൾ ആണ് അയാളെന്ന് നോക്കൂ. കുട്ടികളെ മുറ്റത്താണോ നിർത്തേണ്ടത്? കുട്ടികളെ വീട്ടിൽ പൂട്ടിയിട്ടൂടെ? നോക്കൂ, നിങ്ങൾ എല്ലാത്തിനും പട്ടിയെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ പട്ടി എന്നാണ് വിളിക്കുന്നത്. സോ ഒബ്വിയസ്ലി പട്ടിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇമോഷൻ ആകാറുണ്ട്. പിന്നെ ഇവളൊക്കെ എന്തിനാണ് അളിയെ പട്ടിയൊക്കെ വേണ്ടി കിടന്ന് കുരയ്ക്കുന്നത്? ഇവിടെ മനുഷ്യർക്ക് ഒരു ഉപദ്രവമില്ലാത്ത ആടിനെയും മാടിനെയും കോഴിനെയും ഒന്നും കൊല്ലുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കടിച്ചു കയറുന്ന പട്ടിയെ കൊന്ന ഇവക്കൊക്കെ ബ്രേഴ്സിനെയും പൊട്ടി ഒലിക്കും. എങ്ങനെ പൊട്ടി ഒലിക്കാതിരിക്കാൻ എൻ്റെ അളിയ? ഇവളുടെ ഡൽഹിയുടെ അമ്മച്ചുണ്ടല്ലോ, അവരുടെ പേരെന്തായിരുന്നു? മോണിക്ക ഗാന്ധി. ആ അവര് അല്ല അളിയ, അവരെങ്ങനെ ഗാന്ധിയാവും? അതളിയ ഗാന്ധി. അതളിയ ഇവര് മുറ്റം തൂത്തോണ്ട് നിൽക്കായിരുന്നു പണ്ട്. അപ്പൊ അവരെ ഇടത്തെ ചന്തയിൽ ഒരു പട്ടി കടിച്ചു. അവര് മൃഗസ്നേഹിയാണല്ലോ. അപ്പൊ അവര് വലത്തെ ചന്തയുടെ കാണിച്ചു കൊടുത്തു. അത് കണ്ടോണ്ട് ആരാണ് അവരെ ഗാന്ധി എന്ന് വിളിച്ചത്? ഓ അങ്ങനെ അല്ല അളിയ, ഇവളുമാരി പട്ടി സ്നേഹം കൊണ്ടൊന്നല്ല പട്ടിയെ കൊല്ലരുന്ന് പറയുന്നത്. പട്ടി കടിച്ചാൽ മാത്രമല്ലേ പേ പിടിക്കും. അങ്ങനെ പേ പിടിച്ചാലല്ലേ പേ വിഷബാധയ്ക്കുള്ള മരുന്നാണ്. ഈ മരുന്ന് കമ്പനികളിലെല്ലാം കോടികൾ മേടിച്ചിട്ടാണ് ഇവളുമാരി കിടന്ന് തുള്ളുന്നത്. സംശയം ഉണ്ടാളിയ. ഫുൾ ടൈം കാറിയിരിക്കണ ഇവളന്മാർക്ക് പാവങ്ങളുടെ കഷ്ടപ്പാട് വല്ലതും മനസ്സിലാവും? ഒരു അരമണിക്കൂർ ഇവിടെയൊക്കെ പാളയത്തെ എയർപോർട്ട് റോഡിലാണ് കൊണ്ട് നിർത്തിയാൽ ഇവളുടെയൊക്കെ പട്ടി സ്നേഹം പട്ടി അടിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല അളിയ, ഇവിടെ ഗോവിന്ദച്ചാമിയെ കൊല്ലുന്നില്ല, പിന്നെയാണ് പട്ടിയെ. നമുക്കിതിനെതിരെ പ്രതികരിക്കണം അളിയ, പ്രതികരിക്കണം. ഞാൻ പ്രതികരിച്ചളിയ. അതങ്ങനെ? ഞാൻ ഇന്നലെ ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. പൊളിച്ചളിയ, പൊളിച്ച്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇട്ടാളിയ. ഓക്കേടാ അളിയ, നീ ഇവിടെ വാ. അച്ചു ഇവിടെ. അളിയ, ഓഫ് സൈഡ്.
കളി നിർത്തിയിട്ട് വീട്ടിൽ പോയടാ പൊത്തെ. ഫസ്റ്റ് ബോൾ തീരാവുള്ളായിരുന്നു. സോറി ബൈ. സൂപ്പർ ഷോട്ടടാ മച്ചാനെ, സൂപ്പർ. അത് അകത്തൂടെ കയറി പോയടാ, വൈഡല്ല. നീ പോയി അവനെ ടീമിൽ പോയി കളിയടേ. വെള്ളം കളി ചേർക്കാൻ സമ്മതിക്കൂല. കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പടം. അവൻ ക്യാച്ചിട്ടോടെ ഇനിയിപ്പോ നിന്നെ കൈക്ക് വല്ലതും. ഓ കൈക്കൊന്നും ഇല്ലല്ലേ. തോള വല്ലതും ഉണ്ടാ നോക്കടാ. എന്തോന്ന് മാമ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? വെറുതെ ചെക്കരെ സത്യം, എന്റെ അമ്മയാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം. വിക്കറ്റ് അല്ല 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 ദൈവമേ, അമ്മക്കത്തോളെ നോക്കിപ്പോ അപ്പുറത്തൂടെ. ഒരു വിക്കറ്റ് വേണോ? നീ പോടെ തരാടാ. നല്ല കാറ്റ്. ഗുഡ് ബോൾ, ഗുഡ് ബോൾ. 51 റണ്ണായി. അളിയ ലാസ്റ്റ് ഓവറാണ്, നല്ല ടൈറ്റ് ആക്കണം. ആരെറിയും? രാഹുലിന്റെ 2 ഓവർ കഴിഞ്ഞ് വിഷ്ണുവിന്റെ 2 ഓവർ. ഇനി ആരെ കൊടുക്കും? ഒരു കാര്യം ചെയ്യ്, അച്ഛനോട്. അച്ഛൻ അറിയോ? പിന്നെ അച്ഛൻ്റെ ദൂസരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഞങ്ങള് വേൾഡ് കപ്പ് കുഞ്ഞപ്പോ ഞാൻ കണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന്? നിന്റെ അച്ഛന്റെ ദൂസര. പിന്നെ നീ എന്തൊരു വിചാരിക്കുമെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കൊന്ന് നിങ്ങൾ വേണേ കൊടു. ഇതാനാടെ നിന്റെ അച്ഛന്റെ മാരക ബോളിംഗ്. അത് അച്ഛൻ കളിച്ചത് കുറച്ച് നാളെ, അതാണ്. എന്നാണാവോ നിന്റെ അച്ഛൻ ലാസ്റ്റ് കളിച്ചത്? അത് ഞാൻ 5 പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് കളിച്ചത്. അന്ന് സൂപ്പർ ബോളിംഗ് ആയിരുന്നു. ഇതുപോലത്തെ ഒന്നേ ഉള്ള വീട്ടില്? അപ്പനല്ല അണ്ണ, ഒന്നേ ഉള്ളൂ. ആ മതിയല്ലോ. എങ്ങനെയുണ്ടോ സൂപ്പറായിരുന്നു നിങ്ങളെ, സൂപ്പർ. വിക്കറ്റ് എടുത്താ മക്കളെ. അളിയാ 81 റണ്ണേ ഉള്ളൂ. വലിയ സ്കോറൊന്നും അല്ല, നോക്കി കളിച്ചാ മതി, ചുമ്മാ ജയിക്കാം. അളിയാ എന്നാ ഫസ്റ്റ് ഇറങ്ങാം. ഫസ്റ്റ് ഓവർ നീയല്ലേ എറിഞ്ഞത്? അവിടെ ഇരി. ഓ പിന്നെ ഫസ്റ്റ് ബോളിംഗ് വേണം, ഫസ്റ്റ് ബാറ്റിംഗ് വേണം. ഇരിയടാ വേട്ടാ വിളി അവിടെ. എടാ അപ്പൊ അളിയനും അച്ഛനും കൂടെ ഓപ്പൺ ചെയ്യും. വാ. ഇവനൊക്കെ ഔട്ടായിട്ട് ഇനി ഞാൻ എപ്പോൾ ഇറങ്ങാനാണോ? നീ സ്ട്രൈക്ക്. ഫസ്റ്റ് ബോൾ. ഇവന്റെ കുറുവലാണ്. ഷെടാ, നിനക്ക് കളിക്കാൻ അറിഞ്ഞാ തന്നെ ഞാൻ എന്നാ? മതി. രാഹുലേ, നീ ഇറങ്ങിക്കോ. ഇവരിങ്ങനെ കളിച്ചാ നോക്ക്. ഇതുപോലെ വിക്കറ്റ് ഒന്നും പോയിരുന്നാ മതിയായിരുന്നു. അല്ല അടുത്ത ആരിറങ്ങും? ഇവ ഇറങ്ങട്ടെ. ഇല്ല ഇല്ല, നീ ഇറങ്ങ.
എനിക്ക് നടുവേദനിക്കുന്നു, ഞാൻ പിന്നെ ഇറങ്ങാം. ഈ ചെറുപ്രായത്തിലെ നടുവേദന കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്നതാണ് കാര്യം. അതൊന്നും അല്ല മാമ, ഒരു കല്യാണം കഴിച്ചതാണ്. ഓ കുറെ പൂവും ഇപ്പം പൂവിന്റെ മണ്ട കിടക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളു. ഒരു ഭയങ്കര സെറ്റപ്പ്. ഹലോ, എന്തരളിയാ ഫോൺ എടുക്കാ ഒരു താമസം? ഒന്നുമില്ലളിയാ, റൂം വൃത്തിയാക്കിയായിരുന്നു. അതിനിടയ്ക്ക് വൃത്തിയിടാക്കിയ പോടെ ഇവിടെ കുറെ പൂവും കായും ഒക്കെ വലിച്ചു വാരി ഇട്ടിരിക്കായിരുന്നു, അതെടുത്ത് കളയായിരുന്നു. കിടക്കട്ടളിയാ മണക്കെട്ട്. ഓ വേണ്ട അളിയാ സത്യം പറ, ഈ മലറിനെ കിട്ടാൻ നടന്ന നീ എന്തിനാണ് ഈ മലയെ കിട്ടിയത്? അതൊക്കെ ഉണ്ടളിയ, അവളുടെ അപ്പനെ ഒരു ജന്മിയാണ്, ജന്മി. അളിയ ഒരു വെള്ള സാരി നടന്നു വരണളിയ, അത് അവളളി അവളവളവളവളവള്. കൊണ്ടുവാ ഏട്ടാ മിൽക്ക്. വന്ന അവിടെ വെച്ചോളൂ. ശരി ഏട്ടാ. ഏട്ടാ കട്ടിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേന്നൊരു സംശയം. അത് വലിപ്പം കുറയുന്നതോറും അല്ലേ രമി അടുപ്പം കൂടുന്നത്. ആണോ? കണ്ണാടി, സ്പ്രേ. ഇതെന്താ ഏട്ടാ, മുഖംമൂടിയാണോ? അയ്യോ രമി, അത് വേറൊരു സാധനം മൂടാനുള്ളതാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവിടെ വെച്ചേക്ക്, ഇനി അത് എടുക്കണ്ട. ബാറ്റ്? വിജയ് ക്രിക്കറ്റ് ഫാൻ ആണല്ലേ? ഫാനാ? വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഡി. നീ ഈ മസിൽ കണ്ട എത്ര സിക്സ് അടിച്ച കൈയാണെന്നറിയോ? ആഹാ, അപ്പൊ ഏട്ടൻ എന്നെ എടുത്ത് കറക്കാനൊക്കെ പറ്റുമല്ലേ? കറക്കി കളിക്കാൻ പറ്റിയൊരു ഐറ്റം പറ്റുമോ ഏട്ടാ? പിന്നെ എന്ത്. ഞാൻ മണ്ട് മടക്കത്തില്ല എടുക്കാറുള്ള. That's huge. That is a biggie. It's out of here. Ravi, I'm backing this one. I think this is one of the biggest. Into orbit, even bringing smoke in the clouds. അത് പൊളിച്ചു. എന്തുവാടേ ഇത്? 7 ബോൾ 12 2 സിക്സ് അടിച്ചിട്ട് കേറി വാടേ. അളിയാ രണ്ടടി അടിച്ചിട്ട് കേറി വാ അളിയാ. ബോളടാ. അളിയാടാ, ഒരു കാരണവശാലും അവന് ഹാട്രിക് കൊടുക്കരുത്. സിക്സ് അടിച്ച് അവന്റെ ഷോ തീർത്തേ. മോനെ നീയും കൂടെ ഉള്ളൂ, ജയിപ്പിച്ചേക്കണേ. അണ്ണാ ജയിപ്പിച്ചിട്ടേ വരാവൂ. ഏറ്റടാ. എന്താ ബോൾ കാണാൻ പോയി? രണ്ട് ബോളോടെ ഊട്ടിയിട്ട് വരണോ? പോയി എറിഞ്ഞ് നോക്കിയോ അബി, നീ നോക്കിയോ. അളിയാ അവനെ അടിച്ച് വെള എറിഞ്ഞേരെ. എറിഞ്ഞിടെ എറിഞ്ഞിടെ. ബോള് വെളയിൽ പോയി. കയ്യും ചീത്തയായി. Finishing things off. India one hit away, winning the World Cup for the second time. Absolutely magnificent. Dhoni finishes off in style. A magnificent
Magnificent strike into the crowd. നോക്കി തീർന്നു ഇതിങ്ങനെ നോക്കിട്ട് പോ. After 28 years. സൂപ്പർടാ ചളടാ. പുള്ളി ബോളിംഗ് ഡാ. കൊള്ളാം. ധോണി. ധോണി പോടാ. കുറച്ചുകൂടെ ധോണിച്ചിട്ട് പോടേ. വാ വാ വാ. ചെല്ല് ചെല്ല് പോട്ടെ. ബോൾ കൊണ്ടില്ല. ബെസ്റ്റ്. കുഴപ്പമില്ല, അടുത്ത ആഴ്ച പിടിക്കാം. മോനെ, മോൻ പോയതിനു ശേഷം ഇവർക്ക് 2 തവണ പെയിൻ വന്നു. ഇനി പെയിൻ വരുന്നെങ്കിൽ ഈ മരുന്ന് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. ഓ ശരി, ഞാൻ നോക്കിക്കോളാം. ശരി മോനെ, എന്നാ ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. ഓക്കെ. വിജയ്, ഈ ഒരു ദിവസം ഇങ്ങനെ തനിക്ക് കളിക്കാൻ പോതിരിക്കായിരുന്നു. കളിക്കാനാ? ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയതാണ്. കള്ളം പറയണ്ട വിജയ്, തന്റെ ഷൂസ് നോക്ക്. അത് രമി, അവരിന്ന് വിളിച്ചതൊരു ഇമ്പോർട്ടന്റ് മാച്ചായിരുന്നു. പിന്നെ പോവാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ വിജയ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ എന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് താൻ പ്രയോറിറ്റി തന്നിട്ടുണ്ടോ? എന്റെ ഏതെങ്കിലും ഒരു ചെക്കപ്പിന് താൻ കൂടെ വന്നിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവിന്റെ സ്നേഹവും സാമീപ്യവും ഒക്കെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ താൻ അതിനെ പറ്റിയൊന്നും ബോധപ്പെടല്ല. തനിക്ക് അതിനേക്കാൾ വലുത് തന്റെ ഫ്രണ്ട്സും ക്രിക്കറ്റും ഒക്കെ അല്ലേ? അതല്ല രമി, എനിക്കറിയാം വിജയ്, താൻ ആഗ്രഹിക്കുന്ന പോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണല്ല ഞാൻ. ഞാനിങ്ങനെ കറുത്ത് തടിച്ചിരിക്കുന്നെങ്കിലും മറ്റു പെൺകുട്ടികളെ പോലെ ആഗ്രഹങ്ങളും മോഹങ്ങളും എനിക്കും ഉണ്ട്. എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരു ഭർത്താവ്, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിൽ പല അവസരങ്ങളിലും താൻ എന്നെ അവഗണിക്കില്ലായിരുന്നു, അല്ലേ? അത് അങ്ങനെയല്ല. സാരമില്ല വിജയ്, ബാക്കിയുള്ളവർക്ക് ഞാൻ കറുത്ത് തടിച്ചൊരു പെണ്ണായിരിക്കാം. പക്ഷെ ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഞാൻ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അവർക്ക് ഞാൻ അമ്മയല്ലേ. കുട്ടികൾ ഒരിക്കലും ഭംഗി നോക്കിയല്ലോ അമ്മയെ സ്നേഹിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ വിജയ്, എനിക്കൊന്ന് കിടക്കണം, നമുക്ക് പിന്നെ സംസാരിക്കാം. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ശരിയാണെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ഈ 2 വർഷത്തിനിടെ അവളുടെ പുറമേയുള്ള ഭംഗി, അതൊന്നു മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, നോക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരു പക്ഷെ അവൾ എന്നോട് കാണിച്ച സ്നേഹം, അത് ഞാൻ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിച്ചതാണോ അതും എനിക്കറിയില്ല. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ടു വന്ന അവൾക്ക് ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട പരിഗണന എന്നല്ല, ഒരു മനുഷ്യജീവിക്ക് നൽകേണ്ട പരിഗണനയെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല. തല താഴ്ത്തി ആ ഒരു ഉത്തരം നൽകാൻ മാത്രമേ എനിക്ക് കഴിയൂ. മനസ്സിൽ സ്നേഹം മാത്രമുള്ള അവളുടെ മുന്നിൽ ഞാനൊന്നുമല്ല. അതാണ് സത്യം. ജീവിതത്തിൽ ഇന്നാദ്യമായി എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. പുറമേയുള്ള സൗന്ദര്യത്തെക്കാളൊക്കെ വലുത് ഉള്ളിലുള്ള സൗന്ദര്യം തന്നെയാണ്. ഇനി ഒരിക്കലും ഞാൻ കാരണം അവളുടെ കണ്ണുകൾ നിറയരുത്, നിറയില്ല. രമി, റെഡി ആയിരിക്കേ, ഇപ്പോൾ ലേബർ റൂമിലേക്ക് വിളിക്കും. ശരി സിസ്റ്റർ. പോട്ടെ, സാരമില്ല. അല്ലേ, ധൈര്യമായിട്ട് എനിക്ക് ആമ്പിള്ളേർ തന്നെ ആയിരിക്കും. രമിയുടെ ആൾക്കാരാരാ? രമി പ്രസവിച്ചു. ആൺകുട്ടികളാ, സന്തോഷായില്ലേ? ട്വിൻസ് ആണ്. ഏട്ടാ, അതെ, തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനിയും തീർന്നില്ലേ? ഒരു ക്രിക്കറ്റ് ടീം തുടങ്ങാൻ. പെൺകുഞ്ഞുങ്ങളാ, ഹാപ്പി ആയില്ലേ? വെരി മച്ച്.
എന്നാലും ഈ 4 പിള്ളേരെ എങ്ങനെ നോക്കും എൻ്റെ അളിയാ? എന്നാലും ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന എന്റെ അളിയാ? അതൊക്കെ ദൈവത്തിന്റെ ഒരു വികൃതി. ഓ അല്ലാതെ നിന്റെ വികൃതി അല്ല അല്ലേ? ഞാൻ എന്ത് ചെയ്തമ്മ? ഓ ഒന്നും ചെയ്യാത്തൊരു കുഞ്ഞു വാവ. എന്നാലും ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചിടേ? അതൊക്കെ അവക്കും അറിയാം, ദൈവത്തിനും അറിയാം. അയ്യോ, എന്നാലും എന്റെ രമി, നീ 4 പിള്ളേർക്കും കൂടെ ഇങ്ങനെ പാല് കൊടുക്കും? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഈ ആണുങ്ങൾക്ക് കൂടി കഴിവുണ്ടായിരുന്നെങ്കിലേ 2 അടുത്ത് ഇങ്ങനെ കൊടുക്കായിരുന്നു. ചെക്കര മോളല്ലേ, പാപ്പം വേണോടോ, പാപ്പം വേണോ, പാപ്പം വേണോടോ. എന്നാലും വിജയ്, ദൈവം എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതുപോലെ സഹായിച്ചു തന്നിരുന്നെങ്കിൽ. എന്താഗ്രഹം? വിജയുടെ സ്നേഹം, നമ്മുടെ മക്കൾ. മക്കളാ? നീ അപ്പൊ 4 മക്കൾ വേണമെന്ന് പ്രാർത്ഥിച്ചാ? 4 അല്ല, എന്നാലും തന്റെ അന്നത്തെ കഷ്ടപ്പാട് കണ്ടപ്പോ 2 പെൺമക്കളെ തരാൻ വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഇങ്ങേരെ കൊണ്ട് ഇത് നടക്കുമെന്ന് തോന്നില്ല. ദൈവമേ, ഇതിൽ തന്നെ 2 പെൺമക്കളെ തന്നേക്കണേ. ഞാനും പ്രാർത്ഥിച്ചായിരുന്നു നിന്റെ അന്നത്തെ തേരോട്ടം കണ്ടപ്പോൾ 2 ആൺമക്കളെ തരാൻ. എന്നാലും ഏത് ദൈവത്തിനടിയും നമ്മളടുത്ത് ഇത്ര സ്നേഹം ചോദിച്ച ഉടനെ 4 മക്കളെ തരാൻ.